ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ജീനിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ ഇരിക്കുന്ന ഈ കുഞ്ഞൻ ചെടി കണ്ടോ? ഇതിനെ പറയുന്ന പേരാണ് ബോൺസായി. അതായത് ഇതിന് കൊക്കഡാമെന്നൊക്കെ വിളിക്കാം കേട്ടോ. ഇതിനെ നമ്മൾ വയറിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ബോൺസായി എന്ന് പറയുമ്പോൾ സാധാരണ ഇതുപോലുള്ള വലിയ വലിയ മരങ്ങളെ ചട്ടികളിൽ ചെറുതാക്കി വളർത്തുന്ന ഒരു പ്രവർത്തനമാണ് ഈ ബോൺസായി എന്ന് പറയുന്നത്. ഒരു ആർട്ടാണ് ബോൺസായി, ഒരു ആർട്ടാണ്. അപ്പോൾ ആ ഒരു ആർട്ട് നമ്മളിത് ഇലക്ട്രിക് വയറിന്റെ ഉള്ളിൽ വരുന്ന ആ കമ്പിയില്ലേ, ആ കമ്പി വെച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതേ നമുക്ക് ഇതിങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയണ്ടേ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. സോ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ചെറിയൊരു വയറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെറിയ നീളമുള്ള പീസ് വേണ്ട. ഞാൻ സ്ട്രിപ്പ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ചെറിയ സ്ട്രിപ്പർ എടുക്കുക, അല്ലെങ്കിൽ കത്തിയോ ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് നല്ല നീളത്തിൽ വയർ സ്ട്രിപ്പ് ചെയ്ത് അതിനുള്ള കമ്പികളെല്ലാം പുറത്തെടുക്കുക കേട്ടോ. കാരണം ഈ വയറിൽ നിന്ന് എടുക്കുന്ന കമ്പി വെച്ചാണ് നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നത്, ഇതിനുള്ള ഇലകൾ ഉണ്ടാക്കുക. ഓക്കെ, അങ്ങനെ ഒരു മിനിറ്റ് കൊണ്ട് അത്രയും മതി. നമുക്കൊരു വയർ സ്ട്രിപ്പ് 1 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ കമ്പിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കമ്പികളെല്ലാം നമുക്ക് കുറച്ച് കമ്പികൾ വേണം കേട്ടോ. അങ്ങനെ തന്നെ കളക്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഇതുപോലെ നീളമുള്ള കമ്പി എടുത്തു. ഞാൻ ചെമ്പ് കമ്പി വേറെ സെപ്പറേറ്റ് എടുത്താണ് കേട്ടോ. വയറിൽ നിന്ന് എടുത്ത് ഇതുപോലെ ഒരു റീഫിലെടുത്ത് അതിലിങ്ങനെ ചുറ്റി കൊടുക്കുക. കനം കുറഞ്ഞ റീഫിൽ തന്നെ എടുക്കുക. അതായിരിക്കും ഇച്ചിരി നല്ലത്. കാരണം നമുക്ക് വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂത്ത് പിക്ക് ഉപയോഗിക്കാൻ ഇച്ചിരി ചെറിയ എതളുകൾക്ക് ടൂത്ത് പിക്ക് മതിയാവും. നമ്മൾ ബോൺസായി ചെയ്യുമ്പം അതായിച്ചിരി എളുപ്പം. അതിനുശേഷം ആ ഒരു സ്പ്രിങ് പോലത്തെ ഭാഗം മുകളിലേക്ക് ഉയർത്തി വെച്ച് പരമാവധി അകത്തുക. അതായത് അതിൻ്റെ അകലം ഒരുപാട് കൂടാൻ പാടില്ല, കുറച്ച് അകത്തുക. അതിനുശേഷം ഈ വീഡിയോ കാണുന്ന പോലെ പ്രസ് ചെയ്ത് കൊടുത്ത് പരത്തിയെടുക്കണം. നന്നായിട്ട് ടൈറ്റിൽ, അതായത് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഞാൻ ഈ പിടിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ആ ഏതെങ്കിലും ഒരു വശത്ത് നല്ല ഇതളുകൾ പോലെ വരും. അത് നന്നായിട്ട് ചുരുട്ടിയെടുക്കണം. ചുരുട്ടി നല്ല റൗണ്ട് പോലെ ആക്കി എടുക്കുക. ഇതാണ് ഒരു ഇലയുടെ കൂട്ടെന്ന് പറയുന്നത്. നമ്മുടെ ബോൺസായുടെ ഒരു തിക്ക് ഇലയുടെ ഷേപ്പിൽ നമ്മൾ കൊണ്ടുവരാണ്. ഇവിടുത്തെ ഒന്നുപോലെ ഒരുപാടെണ്ണം നമുക്ക് ചെയ്തെടുക്കും. എന്നിട്ട് അത് വട്ടത്തിൽ നിൽക്കുന്ന രീതിയിൽ ഏതൊരു ഗ്യാപ്പിലേക്ക് കയറ്റി വെച്ച് ഉറപ്പിച്ച് കമ്പി ഒന്ന് വലിച്ചിട്ടാൽ സംഭവം ഓക്കെ, നമ്മുടെ ഇതളോ റെഡിയായി. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ 10-40 ഇതളുകൾ ഉണ്ടാക്കിയെടുത്തോണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിലാണ് ഞാൻ പണിയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ലാഗ് അടിക്കായിരിക്കും. ഞാൻ ടൈം ലാപ്സ് ഇട്ടേക്കാണ്. അപ്പോൾ ഒന്ന് കണ്ടേക്കുക. അങ്ങനെ ഞാൻ കുറേ ഇതളുകളാക്കി എടുത്തു. ഇനി നമ്മൾ ചെയ്യുന്ന അതിൻ്റെ മെയിൻ വർക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതളുകളിൽ നിന്ന് 2 എടുക്കുക. ഇതാണ് ടോപ്പ് പോർഷൻ കേട്ടോ. എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചുരുട്ടി എടുക്കുക. അങ്ങനെ ചുരുട്ടി താഴെ വരെ എത്തിക്കുക. അതായത് മുകളിൽ 3 ഇതളാണെങ്കിൽ രണ്ടാമത്തെ നിരയിൽ 4 ഇതള്, അതിൻ്റെ താഴത്തെ നിരയിൽ 5 ഇതള്. അങ്ങനെയായിരിക്കും നമ്മൾ ബോൺസായി ട്രീ ചെയ്ത് വരുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ നടുക്ക് സെൻറ്റർ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ അതിൻ്റെ മെയിൻ, അതായത് ഒരു സെൻറ്ററിൽ ഒരു പോള് പോലെ നമുക്ക് കിട്ടണം. അതായത് ഒരു മരത്തിൻ്റെ ശാഖ എങ്ങനെ തിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ആ മരത്തിൻ്റെ നടുഭാഗം എങ്ങനെ കിട്ടും, അതുപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ താഴെ ഒന്നായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. നന്നായിട്ട് തന്നെ ട്വിസ്റ്റ് ചെയ്യുക, നല്ല ടൈറ്റ് ട്വിസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇതളുടെ ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ വേണം ഒരു ബോൺസായി ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇഷ്ടംപോലെ ഇമേജസ് കിട്ടും, ബോൺസായി ട്രീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാം. ഞാനും ഇതുപോലൊരു ഇമേജ് നോക്കിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ വളരെ വൃത്തിക്ക് തന്നെ ചുറ്റി വൃത്തിയാക്കി എടുക്കുക. താഴോട്ട് തന്നെ പോവുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഏറ്റവും ടോപ്പ് ഭാഗം ചെയ്യുമ്പം 3 ഇതളുകളും, രണ്ടാമത്തേൽ 4 ഇതള്, അടുത്ത വശത്ത് 5 ഇതള്, അതിൻ്റെ തൊട്ട് താഴെയുള്ള എതിർവശത്ത് 6 ഇതള്, അങ്ങനെ വേണം. അപ്പോൾ ആ ഇതളുകൾ ഉണ്ടാക്കി വെച്ച് പിന്നീട് ചേർത്ത് പോകുന്നതായിരിക്കും നല്ലത്. ഈ വീഡിയോ കണ്ടറിയുന്നത് ചേർത്ത് തന്നെ പോവുക. വളരെ വൃത്തിക്ക് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക കേട്ടോ. അതാണ് നമ്മുടെ ആ ഒരു ബോൺസായിട്ട് ഒരു ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. ഏറ്റവും ബോട്ടം പോർഷനിലെത്താൻ നേരത്തെ നമുക്ക് സൂക്ഷിക്കണം. അവിടെയാണ് നമ്മൾ മെയിൻ വേരുകൾ ചെയ്യുന്നത്. അപ്പം കുറച്ച് കമ്പികൾ കൂടെ എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് വേര് ചെയ്യാൻ.
അങ്ങനെ നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ അത് വേരിൻ്റെ വർക്കാണ് വരുന്നത്. അപ്പോൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, നമ്മൾ മാറ്റി വെച്ചതിൽ നിന്ന് കുറച്ച് കമ്പികൾ എടുക്കുക. എന്നിട്ട് ആ ബോട്ടം പോർഷനിൽ ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ ഈ കമ്പികൾ ഇങ്ങനെ കയറ്റി വെക്കുക. ഞാനിപ്പോൾ കാണിച്ചു തന്ന ഗ്യാപ്പില്ല, ആ ഗ്യാപ്പിൽ ഇങ്ങനെ കമ്പി കയറ്റി വെക്കുക. എന്നിട്ട് തൊട്ടപ്പുറത്തെ വശത്ത് ലോക്ക് ചെയ്തിട്ട് വെറുതെ ബാക്കി വരുന്ന വശത്തൂടെ എല്ലാം ചുറ്റി എടുത്തിട്ട് ഒരു വേര് പോലെ ആക്കി എടുത്താൽ മാത്രം മതി. നമുക്ക് 5, 6, 7 അല്ലാതെ കൂടുതൽ ഒരുപാട് വേരുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു 10-25 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബോൺസായിൻ്റെ മെയിൻ സ്ട്രക്ചർ വർക്ക് ചെയ്ത് തീർന്നിരിക്കുകയാണ്. നമ്മൾ ഒരു ബേസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം. വേരൊക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചുവടും നമ്മൾ വർക്ക് ചെയ്തു. ഇനി ബേസിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബോൺസായി ചെടി ഉറപ്പിച്ച് നിർത്താനായിട്ട് നമ്മളൊരു കല്ല് എടുത്തിട്ടുണ്ട്. അതായത് ഈ വേരുകൾ കണ്ടില്ലേ, ഈ വേരുകൾ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ഒരു കല്ല് എടുത്തിട്ടുണ്ട്. ഒരു കല്ലിൽ ബോൺസായി ചെടി നിൽക്കുന്നതല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഈ ഒരു കല്ലിൽ നമ്മൾ ആ ബോൺസായി ചെടിയുടെ വേരുകൾ കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ ബാക്ക് വശത്ത് നിന്ന് തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ആ കല്ലിൽ നമ്മുടെ ട്രീ ഉറപ്പിച്ചിരിക്കുകയാണ്. ട്രീയുടെ ഷേപ്പ് കറക്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ ആ ഇലകളൊക്കെ ഒന്ന് ചുരുട്ടി കൊടുക്കുകയൊക്കെ വേണം. നമ്മുടെ മനസ്സിലുള്ള രീതിയിൽ തന്നെ ട്രീ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുക. കട്ടി കുറവാണെങ്കിൽ കട്ടി കൂടുന്ന രീതിയിൽ ഇനിയും കമ്പികൾ നമ്മൾ ചുറ്റി കൊടുത്താൽ മാത്രം മതി. വളരെ എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കാം, അതിൻ്റെ വർക്ക് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിനെ മെയിൻ ബേസ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചിരട്ടയാണ്. അപ്പോൾ നമ്മൾ ഈ ചിരട്ട നല്ല വൃത്തിക്ക് കട്ട് ചെയ്യണം. നിങ്ങൾക്ക് ആക്സബ്ലേഡൊക്കെ വെച്ച് കട്ട് ചെയ്യാം, പക്ഷേ ടൈം എടുക്കും. മെഷീൻ കട്ടറൊക്കെ ഉള്ളവർ സൂക്ഷിച്ച് സേഫ്റ്റിയൊക്കെ മുൻനിർത്തി നല്ല വൃത്തിക്ക് അതിൻ്റെ ബേസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിതിൻ്റെ ചുറ്റുമുള്ള വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ്. നമുക്കിതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അങ്ങനെ വശങ്ങളൊക്കെ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ചുവടുഭാഗം ഒന്ന് ഉരുണ്ടിരിക്കുന്ന ഭാഗം നമ്മളൊന്ന് നിരപ്പാക്കുന്നു. അതിൻ്റെ അടിയിൽ കുറച്ച് തുളയിടുന്നു. അത്രേ നമ്മളിനി ചെയ്യുന്നുള്ളൂ. അത്രേ ഉള്ളൂ ബേസിൻ്റെ പണി. നല്ലൊന്ന് ക്ലീനാക്കിയൊക്കെ എടുക്കുക. നമ്മൾ ചിരട്ടയ്ക്ക് 2 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഹോളിലേക്ക് നമ്മുടെ ബോൺസായുടെ അടിയിൽ നിന്ന് ഒരു കമ്പി ഇട്ട് കൂട്ടിക്കെട്ടണം. എന്നിട്ട് ഈ എംസാൻഡ് കണ്ടോ, ഈ എംസാൻഡ് ഈ ചിരട്ടയ്ക്കകത്ത് നിറച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ നമ്മുടെ ബോൺസായി സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇനി ആ വർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ 2 കമ്പി എടുത്തിട്ട് നമ്മുടെ ആ ഹോളിലൂടെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കും. ഗൈസ്, നമ്മുടെ കൊക്കേഡാമ അല്ല ബോൺസായി റെഡി ആയിട്ടുണ്ട്. ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അതേ നമുക്കിനി ഇതിനെ ചെറിയൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം. പറ്റിങ്ങി ഇവിടെ കുറച്ച് പുല്ലൊക്കെ നടണം. ഇതാ നമ്മുടെ വയർ ബോൺസായുടെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ബഡ്സിൽ കുറച്ച് കറുത്ത വെയിലെടുത്തിട്ട് നമ്മുടെ ബോൺസായുടെ ഈ അറ്റം ഉണ്ടല്ലോ, അറ്റത്ത് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് കറപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പെയിന്റിങ്ങിൻ്റെ വർക്കൊക്കെ ഫുള്ള് തീരും. ബോൺസായിക്ക് ഒരു ഭംഗിയും കിട്ടും. അത് മാത്രമല്ല നമ്മുടെ ഈ ഇലകളുണ്ടല്ലോ, നമ്മൾ ചെയ്തേക്കുന്ന ഈ ഇതളുകൾ കൂടുതൽ എടുത്ത് കാണിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ടച്ചപ്പോട് കൂടി നമ്മുടെ ബോൺസായുടെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊക്കേഡാമ അല്ലെങ്കിൽ നമ്മുടെ ബോൺസായി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പ്രൊജക്റ്റാണ്. സാധാരണ കൊക്കേഡാമ അല്ലെങ്കിൽ ബോൺസായി എന്നൊക്കെ പറയുമ്പോൾ 5 വർഷമൊക്കെ എടുത്ത് ചെയ്തു വരുന്ന ഒരു ആർട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു 1/2 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന പണിയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ബൈ ഫ്രം വില്ലേജ് ജീനിയസ്.